لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. لبيك حجا حقا تعبدا ورقا، لبيك مرهوبا ومرغوبا إليك، لبيك ذا النعماء والفضل الحسن، لبيك وسعديك والخير بيديك والرغباء إليك والعمل، لبيك ذا المعارج، لبيك ذا الفواضل، لبيك إله الحق لبيك، لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. يختص برحمته من يشاء. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു
സദസ്സിലും പരിസരത്തും ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നത് ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രോഗ്രാമിൻ്റെ നോട്ടീസിൽ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ആമുഖമായി ഉണർത്തട്ടെ. ഇതൊരു മറുപടിയല്ല. ഇത് ആരെങ്കിലും ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള പരാമർശങ്ങളെ റദ്ദ് ചെയ്യുക, എതിർക്കുക, അതിനു മറുപടി പറയുക, എന്നിട്ട് സായുജ്യമടയുക എന്ന ഒരു ലക്ഷ്യം എനിക്കില്ല. മറിച്ച് ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, ഉത്ബോധനം ചെയ്യണം. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികളായ ഈമാനുള്ള ഇഖ്ലാസുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനും അവരെ തെര്യപ്പെടുത്തുവാനും അവർ അകപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകളിൽ നിന്ന് അവരെ നീക്കുവാനുമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയത് നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും വിഷയം പഠിച്ചു മനസ്സിലാക്കുവാൻ നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിർക്കിനെതിരെ പോരാടുകയും കേരളത്തിൽ തൗഹീദ് ശക്തമായി പ്രചരിപ്പിക്കുകയും ചെയ്ത, അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ തികച്ചും അന്യായമായി, അനീതിപരമായി, പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ, യാതൊരു കാരണങ്ങളുമില്ലാതെ അവരിൽ ശിർക്ക് ആരോപിക്കുകയും അവർ ശിർക്കിൻ്റെ വക്താക്കളാണ്, അതിൻ്റെ പ്രചാരകരാണ് എന്ന് പറയുകയും സൗദി അറേബ്യയിൽ വിഗ്രഹാരാധന തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനമാണ് ഇവിടെ മുജാഹിദുകളിൽ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയും, ഒരു വേള വിഷ്ണുവിനെ പോലും ആരാധിക്കുന്ന ആളുകൾ ഞങ്ങൾ ആരാധിക്കുന്ന വിഷ്ണു ഒരു ജിന്നാണ്, ഒരു മലക്കാണ്, അതുകൊണ്ട് മുജാഹിദുകളെ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ എതിർക്കാൻ അവകാശമില്ല, കാരണം നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യമാണ് ഞങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിഷ്ണുവിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നിരിക്കെ ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്തു വ്യത്യാസമാണ് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിലെ അമുസ്ലിമീങ്ങൾക്കിടയിൽ ഇനി നമ്മൾ എങ്ങനെ പ്രബോധനം നടത്തും എന്ന് ആവലാതിപ്പെടുന്ന, വേവലാതിപ്പെടുന്ന പരമദയനീയമായ അവസ്ഥ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത്രയും കടുത്ത ഒരു ആരോപണം, വ്യക്തവും ശക്തവുമായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഒരു ദുരാരോപണം, ഒരു കളവ്, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കൽ അനിവാര്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാന്യരായ എൻ്റെ സഹോദരന്മാർ, ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തെ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും എന്നിട്ട് മുജാഹിദുകളിൽ ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരുണ്ടോ
ജിന്നുകളെ വിളിച്ച് സഹായം തേടാം എന്ന് പറയുന്നവരുണ്ടോ? മലക്കിനോട് സഹായം ചോദിക്കാം എന്ന് വാദിക്കുന്നവരുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. നാം സംസാരിക്കുമ്പോൾ വായ കൊണ്ട് മാത്രമുള്ള സംസാരമായിരിക്കില്ല, മറിച്ച് കൃത്യമായ പ്രമാണങ്ങളുടെ, കൃത്യമായ ദലീലുകളുടെ, കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയം അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയും യാതൊരു നിലക്കുമുള്ള മുൻവിധികളില്ലാതെ വിഷയം പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വേദനയുണ്ട്. പലപ്പോഴും നമുക്ക് പല ആളുകളും പറയുന്നു, ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട്, ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ഉറക്കം വരുന്നില്ല എന്ന്. വേറെ ചില ആളുകൾ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു നേതാവ് പറഞ്ഞത്, ജിന്നുകളുടെ അനുയായികളുടെ ശല്യം കാരണം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. അതിനാണ് നമ്മൾ പറയാറുള്ളത് എന്ത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസിയും മുഅവ്വിദത്താനിയും ഒക്കെ ഓതിക്കിടന്നാൽ ജിന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല, അപ്പോൾ ഉറങ്ങാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത്തരം ആളുകൾ ജിന്നിൻ്റെ ആളുകളാണ്, അതല്ലെങ്കിൽ അതുപോലെയുള്ള പിഴച്ച വിശ്വാസത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ ജിന്നുകളുടെ ശല്യം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അതിന് ഏറ്റവും നല്ല മരുന്ന് ആയത്തുൽ കുർസി, മുഅവ്വിദത്താനി തുടങ്ങിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് നമ്മൾ എന്ത് വേണം? ഉറങ്ങാൻ കിടന്നാൽ മതി, നമുക്കുറക്ക് കിട്ടും. വിഷയം പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം എന്ന് പറയുന്നത് പോലും പ്രിയപ്പെട്ടവരെ അപക്വമായ സമീപനമായി, തഖ്വയില്ലാത്ത ആളുകളുടെ സമീപനമായി, അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ വാക്കായി ആളുകൾ കാണുന്ന ഒരു കാലഘട്ടം. എന്താണ്? വിഷയം നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പോലും അത് അപക്വമായ സംസാരമാണ്, ഭിന്നിപ്പിക്കുന്ന വർത്തമാനമാണ്, അഹങ്കാരമാണ്, കപടവിശ്വാസിയാണ് എന്നുവരെ പറഞ്ഞുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒന്നാവുകയും നന്നാവുകയും ചെയ്യണം എന്ന് പറയുന്ന വാക്കുകൾ പോലും അംഗീകരിക്കുവാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അല്ലേ? സലഫുകളുടെ പാതയിലൂടെ ഒത്തൊരുമയോടെ മുന്നോട്ട് എന്ന വിഷയം അവതരിപ്പിച്ച സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ച അബ്ദുസ്സലാം മോങ്ങം പോലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്കൊന്നാവാനുള്ള മാർഗം പഠിക്കലാണ് എന്നാണ്. നമുക്കൊന്നാവാനുള്ള മാർഗം ഖുർആനും ഹദീസും പഠിച്ച് മനസ്സിലാക്കലാണ്. അങ്ങനെ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്കൊന്നാവാമെന്നാണ്. ഇതേ കാര്യം ബഹുമാന്യനായ ഹുസൈൻ സലഫി പറഞ്ഞപ്പോൾ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ആലിമീങ്ങളോട് ചോദിക്കണം, എന്നിട്ട് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാലോ അത് അപക്വമാണ്, അത് അഹങ്കാരമാണ്, അത് കപടവിശ്വാസിയുടെ വാക്കുകളാണ്, അത് ഭിന്നിപ്പിക്കുന്ന ആളുകളുടെ വാക്കുകളാണ് എന്ന് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പഠിക്കണമെന്ന് പറയുന്നത്, മനസ്സിലാക്കണമെന്ന് പറയുന്നത് തീർത്തും പക്ഷപാതിത്വത്തിൻ്റെതായ ഒരു പഠനം, തീർത്തും പക്ഷപാതിത്വത്തിൻ്റെതായ ഒരു വിലയിരുത്തൽ, അതാണ് പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇതാ ഇന്നലെ നടത്തിയ പരാമർശം, ആ പരാമർശം ജനങ്ങളെ നിങ്ങൾ കേൾക്കരുതേ, അദ്ദേഹത്തിന്റെ അപക്വമായ സംസാരം, ആ അപക്വമായ സംസാരം പോലെയുള്ള ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുതേ, ഇതെന്റെ ദയനീയമായ ആവശ്യപ്പെടലാകുന്നു നിങ്ങളോട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ പഠിക്കണം എന്ന് പറഞ്ഞത് അത് അപക്വമാണ്, നിങ്ങളത് ശ്രദ്ധിക്കരുത്. ഒന്നാവണമെന്ന് പറഞ്ഞത് അത് അപക്വമാണ്, നിങ്ങളത് ശ്രദ്ധിക്കരുത്. അതാണ് എൻ്റെ ദയനീയമായ നിങ്ങളോടുള്ള ആവശ്യപ്പെടൽ എന്നുവരെ പറഞ്ഞുകൊണ്ട് പഠിക്കണം, ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത് പോലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇഖ്തിലാഫുൻ ഫി തനാവുഉം ഇഖ്തിലാഫുൻ ഫി തവാദ് എന്ന വിഷയങ്ങൾ സംസാരിച്ച് വൈവിധ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളും, വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളുക സാധ്യമല്ല എന്ന് പറയുകയും, എന്നിട്ട് ലോക സലഫി പണ്ഡിതന്മാർ മുഴുവനും സ്വീകരിച്ച, ലോക സലഫി പണ്ഡിതന്മാർ മുഴുവൻ ഏകോപിച്ചു പറഞ്ഞ ഒരു അഭിപ്രായം സ്വീകരിച്ച ആളുകളെ
വൈരുദ്ധ്യത്തിന്റെ ആളുകളായി ചിത്രീകരിച്ച് അവർ ചീഞ്ഞവരാണ്, അവരെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന് പറയുകയും, അതേ അവസരത്തിൽ ഹദീസുകളെ പച്ചയായി നിഷേധിക്കുന്ന, പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്ന, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പോലും മാറ്റിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ, അവരെ കൂട്ടിച്ചേർക്കൽ വൈവിധ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂരികളുമായി അവരുമായി സന്ധിക്കാമെന്ന ആഹ്വാനം പരസ്യമായും രഹസ്യമായും ജനങ്ങളോട് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേരിൽ ഒരു കള്ളക്കഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയവിശാലത വിശദീകരിക്കുകയുണ്ടായി. ആ കഥയുടെ യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ആ പറഞ്ഞ കഥ എന്തൊരു ആശയമാണോ നമ്മുടെ മുന്നിലേക്ക് തരുന്നത്, ആ ആശയത്തിലെ ആ കഥ സ്വയം പോലും ഉൾക്കൊള്ളാതെ ഇത്തരം ആളുകളുമായി യാതൊരു നിലക്കും കൂട്ടുചേരരുത് എന്നുള്ള അസഹിഷ്ണുതയുടെ സംസാരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ പഠിക്കണം, ഒന്നാവണം, നന്നാവണം എന്ന് പറയുന്ന ആളുകളെ തന്നെ ഭീതിയോടുകൂടി കാണുന്ന, പേടിയോടുകൂടി കാണുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടെയുണ്ട്. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, വിഷയമെന്താണ് എന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒന്നാവാനും നന്നാവാനും നമ്മൾ ശ്രമിക്കുക. അതല്ലാതെ അത്തരം ആഹ്വാനങ്ങൾ പോലും വളരെ ഭീതിയോടുകൂടി കാണുന്ന, ഒന്നാവണം പഠിക്കണമെന്ന ആഹ്വാനത്തെ പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാവരുത്. പലപ്പോഴും സമ്മേളന വേദിയെ ദുരുപയോഗം ചെയ്ത് സംസാരിച്ച ധാരാളം ആളുകൾ ഈ ഒന്നിക്കുന്ന വർത്തമാനത്തെ, പഠിക്കണം, മനസ്സിലാക്കണം, പണ്ഡിതന്മാരോട് ചോദിക്കണം എന്ന വർത്തമാനത്തെ അങ്ങേയറ്റത്തെ ആക്ഷേപാർഹമായ ഒരു വാക്കായി കാണുകയും അതിനെ അങ്ങേയറ്റത്തെ മോശപ്പെട്ട ഒരു വിലയിരുത്തലായി കാണുകയും, ഒന്നാവുകയോ നന്നാവുകയോ പഠിക്കുകയോ, കേരളത്തിലെ പണ്ഡിതന്മാർ പോരാഞ്ഞിട്ടാണോ സൗദി അറേബ്യയിലേക്ക് പോകുന്നത്, ഇവിടെ തീരുമാനമാകാത്ത ഒരു വിഷയമാണെങ്കിൽ നമുക്ക് ലോകത്ത് വരതാം, എന്നാൽ ഇതിവിടെ തന്നെ തീരുമാനമാകുന്ന വിഷയമാണ്, മറ്റു നാട്ടിലേക്ക് പോകേണ്ടതില്ല, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർക്കൊക്കെ നമ്മളാണ് നിർദ്ദേശം നൽകുന്നത്, അവരെ നയിക്കാൻ മാത്രം കൽപ്പുള്ളവരാണ് നമ്മൾ, അതുകൊണ്ട് വേണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് പഠിച്ചോട്ടെ എന്നുവരെ ചില സ്വലാഹിമാർ തട്ടിവിടുകയുണ്ടായി. എന്നാലോ അതേ അവസരത്തിൽ തങ്ങളുടെ വാദം സമർപ്പിക്കുവാൻ വേണ്ടി ലജ്നത്തുദ്ദായിമയുടെ ഫത്വ ഉദ്ധരിക്കാൻ അവർക്ക് മടിയില്ല. മഹാനായ ഇബ്നു ബാസ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ മടിയില്ല. മഹാനായ ശൈഖ് സാലിഹുൽ ഉസൈമീൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ അവർക്ക് മടിയില്ല. അവരുടെ വാദത്തെ ദുർവ്യാഖ്യാനിക്കുവാൻ വേണ്ടി കിട്ടുന്ന പഴുതുകളിലൊക്കെ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ വലിയ വലിയ ഫത്വ ബോർഡുകളുടെയും തീരുമാനങ്ങൾ പറയുകയും, അതേ അവസരത്തിൽ അത് മറ്റുള്ളവർ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തുമ്പോൾ എന്തിനാണ് കേരളത്തിന്റെ പുറത്തുള്ള പണ്ഡിതന്മാർ നമ്മൾ തന്നെ മതിയായവരാണ്, ശൈഖ് ഇബ്നു ബാസിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പോലും നമ്മളാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ള നിലക്ക് വളരെ അപക്വമായ സംസാരങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ വളരെ വിശദമായി ഇവിടെ എന്തൊരു ചർച്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്, എന്തിൻ്റെ പേരിലാണ് പല ആളുകളും പുറത്താക്കപ്പെടുന്നത്, എന്താണ് കേരളത്തിൽ നടക്കുന്ന പ്രശ്നം, മുജാഹിദ് പ്രസ്ഥാനത്തെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് സമൂഹത്തിൽ മുഴുവൻ വലിയൊരു പ്രയാസമുണ്ടാക്കുവാൻ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എക്കാലഘട്ടത്തിലും ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ശിർക്കിൻ്റെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മുഴുവൻ ആരോപണങ്ങളെയും ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തവരാണ്. ഖബറാരാധകരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർ പലപ്പോഴും അവരുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയും ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ ദുർബലമായ ഹദീസുകളെ കൊണ്ടുവരികയും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് ഇല്ലാത്ത അർത്ഥം നൽകി അവരുടെ ആശയങ്ങളെ വ്യാഖ്യാനിക്കാറുമാണ് പതിവ്. അങ്ങനെ പല ആയത്തുകളും പല ഹദീസുകളും അവർ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഖുറാഫികളായ ഖുബൂരികളായ
ഖബറാരാധകരായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ കൊണ്ടുവന്ന ഒരു ഹദീസാണ് ഇവിടെ വലിയ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത്. എന്തായിരുന്നു ആ ഹദീസ്? നമുക്കറിയാം, വിജനമായ പ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ടാൽ, നിങ്ങളുടെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സഹായവും ആവശ്യം വന്നാൽ നിങ്ങൾ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത ചില അടിമകൾ അല്ലാഹുവിന് അവിടെയുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി ആ വാഹനമൃഗത്തെ പിടിച്ചു വെക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു സഹായമാണോ ആ സഹായം അവർ ചെയ്തു തരും എന്ന അർത്ഥം വരുന്ന ഹദീസ്. ഈ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഖബറാരാധകരായ ആളുകളാണ് ഇത് ലോകത്ത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നത്. എന്നാൽ ഈ ഹദീസ് 1200-ലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദായ അബൂബക്കർ ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ തുടങ്ങി തബ്റാനിയും ബൈഹഖിയും അങ്ങനെ തുടങ്ങി ഒട്ടനവധി പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണിത്. ഈ ഹദീസിനെ കുറിച്ച് ഇമാം ബൈഹഖി പറഞ്ഞത് മുസ്തഅമലുൻ ഇൻദ സ്വാലിഹീന മിൻ അഹ്ലിൽ ഇൽം, അഹ്ലുൽ ഇൽമപ്പെട്ട വിജ്ഞാനമുള്ള അറിവുള്ള ആളുകൾ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബിലും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബിലും അങ്ങനെ തുടങ്ങി പല പണ്ഡിതന്മാരും യാത്രക്കാരനായ ഒരാൾ വിജനമായ ഒരു പ്രദേശത്ത് തൻ്റെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ എന്തു ചൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ബാബിൽ, ദിക്റിന്റെ ബാബിൽ, ദുആയുടെ ബാബിൽ ഈ ഹദീസിനെ ഉൾപ്പെടുത്തുകയുണ്ടായി. കാരണം അവർ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ പല ചലനങ്ങളിലും പല നിലക്കുമുള്ള ദുആവുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് റസൂലുള്ള യാത്ര ചെയ്യുന്ന ഒരാൾ വിജനമായ ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടാൽ, വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ, വല്ല സഹായവും ആവശ്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ആ പണ്ഡിതന്മാരൊക്കെ അതിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ എന്തിനേയും ഏതിനേയും തങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഖുബൂരികളായ ആളുകൾ, ഖുറാഫികളായ ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് അവരുടെ ഖബറാരാധനക്ക് ഒരു തെളിവായി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞു, സാധാരണഗതിയിൽ അഹ്ലുസുന്നയുടെ ആളുകൾ അല്ലെങ്കിൽ സലഫികൾ അല്ലെങ്കിൽ വഹാബികൾ നിങ്ങൾ പറയാറുള്ളത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ സഹായം തേടാവൂ എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? എന്നാൽ ഇതാ പിടിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ അല്ലാതെ തന്നെ അള്ളാഹുവിന്റെ അടിമകളെ ഇതാ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു. യാ ഇബാദല്ലാ എന്നാണല്ലോ വിളിക്കാൻ പറഞ്ഞത്. ഇത് അള്ളാഹുവിന്റെ അടിമകളെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസം അനുഭവപ്പെടുമ്പോൾ, ഒരു വിഷമം അനുഭവപ്പെടുമ്പോൾ, ഒരു പ്രതിസന്ധി അനുഭവപ്പെടുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ തന്നെ വിളിക്കണമെന്നില്ല. മറിച്ച് നമുക്ക് മൊയ്തീൻ ശൈഖിനെ വിളിക്കാം, ബദരീങ്ങളെ വിളിക്കാം, റിഫായി ശൈഖിനെ വിളിക്കാം, മുഹമ്മദ് നബിയെ വിളിക്കാം, ഇബ്രാഹിം നബിയെ വിളിക്കാം, ഇസ്മായിൽ നബിയെ വിളിക്കാം. അങ്ങനെയുള്ള മരണപ്പെട്ടു പോയ മഹാത്മാക്കളായ അമ്പിയാക്കളെയും വലിയകളെയും സഹായത്തിന് വേണ്ടി വിളിക്കാം. പ്രയാസമുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങൾക്കുള്ള തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാഫികളായ ആളുകൾ, ഖുബൂരികളായ ആളുകൾ, പ്രിയപ്പെട്ടവരെ, രംഗത്തു വന്നു. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഖബറാരാധകരായ അല്ലാഹു അല്ലാത്ത ആളുകളോട്, പടച്ചറബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, പടച്ചറബിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, റബ്ബിനോട് സഹായം ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ സൃഷ്ടികളോട് ചോദിക്കാം, മരിച്ചവരോട് ചോദിക്കാം എന്ന് വാദിക്കുന്ന ഖബറാരാധകരായ ആളുകൾ അവരുടെ വാദമുഖത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. സലഫി പണ്ഡിതന്മാർക്ക്, അഹ്ലുൽ ഇൽമിൽപ്പെട്ട വിജ്ഞാനമുള്ള പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു.
അതുകൊണ്ട് തന്നെ ഖുബൂരികൾ ഉയർത്തിക്കൊണ്ടുവന്ന ആ വാദത്തെ അവർ ഖണ്ഡിച്ചു. ഒന്നാമത്തെ ഖണ്ഡനം അവർ പറഞ്ഞത്, അവർ ആ ഹദീസിന്റെ സനദ് ഒന്നുകൂടി കൂലങ്കുഷമായി പരിശോധിച്ചു. ആ ഹദീസിന്റെ സനദ് അവർ കൂലങ്കുഷമായി പരിശോധിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു എന്താണ്, ഈ ഹദീസിന്റെ സനദ് സ്വീകാര്യയോഗ്യമല്ല, ദുർബലമാണ്. ചിലതിൽ മജ്ഹൂലായ ആളാരാണ് എന്ന് വ്യക്തമായി അറിയാത്ത, അല്ലെങ്കിൽ അയാളുടെ അദാലത്ത് അറിയാത്ത ആളുകൾ ഈ ഹദീസിന്റെ പരമ്പരയിലുണ്ട്. വേറെ ചില റിപ്പോർട്ടുകളിൽ ഇൻഖിതാ ഉണ്ട്, പരമ്പര മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസ് എന്നുള്ള നിലക്ക് ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല. അതുകൊണ്ട് ഖുബൂരികളെ, ഖുറാഫികളെ, മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ, ബദരീങ്ങളെ വിളിക്കാൻ, മമ്പറത്തെ തങ്ങളെ വിളിക്കാൻ, മുനമ്പത്ത് ബീവിയെ വിളിക്കാൻ, അതുപോലെയുള്ള വലിയകളെ വിളിക്കാൻ, അമ്പിയാക്കളെ വിളിക്കാൻ ഈ ഹദീസ് നിങ്ങൾക്ക് തെളിവാക്കുക സാധ്യമല്ല. കാരണം ഈ ഹദീസ് ദുർബലമാണ്. അതിന് ഇന്ന കാരണങ്ങളുണ്ട് എന്ന് കാര്യകാരണ സഹിതം ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. അതോടുകൂടി ഖുറാഫികൾ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന, ഖബറാരാധകരായ ആളുകൾ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന ഈ ഒരു വിഷയത്തിൽ അവരുടെ പകുതി ജീവനും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന ഒരു ഹദീസ് അത് ദുർബലമാണ് എന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ദുർബലത വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി അവരുടെ ജീവന്റെ പകുതി, അവർ കൊണ്ടുവന്ന ആ ഒരു പ്രമാണത്തിന്റെ പകുതി ജീവനും അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഹദീസ് ദുർബലമാണ് എന്ന് സലഫി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ തലമുതിർന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരും അതിന് നൽകിയ ഒന്നാമത്തെ മറുപടി ഹദീസ് ദുർബലമാണ്, സ്വീകാര്യയോഗ്യമല്ല എന്നാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോ പകുതി ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ പകുതി ജീവൻ അവർക്കുണ്ടായിരുന്നു. അതെന്താ കാരണം എന്നറിയുമോ? ഈ ഹദീസ് അനുസരിച്ച് പല മഹാന്മാരായ ഇമാമിയങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ദഈഫയിൽ വ്യക്തമാക്കിയതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ ഹദീസിനെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇമാമു അഹ്ലിസ് സുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഒരു ഹജ്ജ് വേളയിൽ വഴിതെറ്റിയപ്പോൾ, വഴിയറിയാതെ വിഷമിച്ചപ്പോൾ, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹദീസ് ലഈഫാണെങ്കിലും ഇമാമു അഹ്ലിസ് സുന്ന പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതി. ഇമാം തബറാനി പറഞ്ഞില്ലേ, വഖദ് ജുർരിബ, ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇമാം തബറാനി മതി ഞങ്ങൾക്ക്. ഇമാം ബൈഹഖി പറഞ്ഞില്ലേ, മുസ്തഅമലുൻ മിൻ സ്വാലിഹീന മിൻ അഹ്ലിൽ ഇൽം, വിവരമുള്ള പണ്ഡിതന്മാർ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഇമാം ബൈഹഖി പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഇമാം ബൈഹഖിയുടെ ഖൗല് മതി ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇബ്നു സുന്നി അമലുൽ യൗമി വൽ ലൈലയിൽ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവർ മതി ഞങ്ങൾക്ക് തെളിവ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇത് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മതി. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് അത് മതി. ഇമാം ഷൗക്കാനി പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് അത് മതി. അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും ഈ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് അത് മതി ഞങ്ങൾക്ക്. സ്വാലിഹീങ്ങൾ അമൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തീരുമാനം, ആ ഒരു ചരിത്രം മതി ഞങ്ങൾക്ക്. ഇമാം നവവി ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അൽ-അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശൈഖുമാർ, അദ്ദേഹത്തിന്റെ ഉസ്താക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഹദീസ് ലഈഫാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഹദീസിന്റെ മതനനുസരിച്ച് പ്രവർത്തിച്ച അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മൊയ്തീൻ ശൈഖിനെ വിളിക്കും, ഞങ്ങൾ ബദരീങ്ങളെ വിളിക്കും, ഞങ്ങൾ റിഫായി ശൈഖിനെ വിളിക്കും, ഞങ്ങൾ മുഹമ്മദ് നബിയെ വിളിക്കുമെന്ന് ഖുബൂരികളായ ആളുകൾ, ഖുറാഫികളായ പണ്ഡിതന്മാർ വാദിച്ചു. അപ്പൊ എന്താണ് സലഫി പണ്ഡിതന്മാർ അതിന് നൽകിയ മറുപടി?
ശരിയാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ നിങ്ങളുടെ കൂടെയാണ്, ഇമാം നവവി നിങ്ങളുടെ കൂടെയാണ്, ഇബ്നു തൈമിയയും നിങ്ങളുടെ കൂടെയാണ്, ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയും നിങ്ങളുടെ കൂടെയാണ്. കാരണം ഈ ഹദീസ് നിങ്ങൾ പറഞ്ഞതുപോലെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാനുള്ള തെളിവ് തന്നെ, ബദരീങ്ങളെ വിളിക്കാനുള്ള തെളിവ് തന്നെ, അമ്പിയാക്കളെ വിളിക്കാനുള്ള തെളിവ് തന്നെ എന്നാണോ അവർ മറുപടി പറഞ്ഞത്? അല്ല. ചില ആളുകൾക്ക് സമീപകാലത്ത് അങ്ങനെ പറയേണ്ടി വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, മസ്അലകളിൽ ഇമാമുമാർക്ക് തെറ്റുപറ്റിയിട്ടില്ലേ, പല വിഷയങ്ങളിലും ഇമാമുമാർ തീരുമാനം മാറ്റി പറഞ്ഞിട്ടില്ലേ എന്നതുപോലെ ഇമാമുകൾക്ക് തെറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അറിവില്ലായ്മയെ, തങ്ങളുടെ വിവരക്കേടിനെ, പണ്ഡിതന്മാർ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി എന്ന വിഷയത്തിലുള്ള അറിവില്ലായ്മയെ മഹാന്മാരുടെ കുറ്റമായി മഹാന്മാരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചില ആളുകൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ വിഷയത്തിൽ മഹാന്മാരത് പ്രവർത്തിച്ചതിന്റെ മാനദണ്ഡം എന്താണ്, ആ ഹദീസിന്റെ മതനിന്റെ പൊരുൾ എന്താണ് എന്ന് സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം, അല്ലെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു വിഭാഗത്തെ വിഷ്ണുവിനെ ആരാധിക്കുന്ന പണിയാണ് ചെയ്യുന്നത്, വിഗ്രഹാരാധനക്ക് തുടക്കമാണ് കുറിച്ചിട്ടുള്ളത്. ഇവർ ശിർക്കിന്റെ ആളുകൾ തന്നെ, ഇവരുമായി കൂടാൻ പാടില്ല, ഇവരെ ഒഴിവാക്കണം, ഇവരെ പുറത്താക്കണം എന്ന വാദം ആളുകൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫി പണ്ഡിതന്മാർ ഇതിന് നൽകിയിട്ടുള്ള മറുപടി, ആ മറുപടി നമ്മൾ പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ്. എന്താണ് അതിന് നൽകപ്പെട്ട മറുപടി എന്നറിയുമോ നിങ്ങൾക്ക്? അഞ്ച് കാര്യങ്ങളാണ് ഖുറാഫികൾ അവതരിപ്പിച്ചത്. 5 പോയിന്റുകളാണ് ഈ ഹദീസിന്റെ മത്തനനുസരിച്ച് പ്രവർത്തിച്ച പണ്ഡിതന്മാരുടെ മേൽ ഖുബൂരികൾ ആരോപിച്ചത്. 5 കാര്യങ്ങൾ. ഒന്നാമത്തത് അവർ പറഞ്ഞത്, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മമ്പറത്തെ തങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം യാ അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം യാ ഇബാദല്ലാ എന്നാണല്ലോ വിളി. അതുകൊണ്ട് തന്നെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ തെളിവുണ്ട് എന്നവർ പറഞ്ഞു. അതിന് സലഫി പണ്ഡിതന്മാർ നൽകിയ മറുപടി എന്താ? സലഫി പണ്ഡിതന്മാർ അതിന് മറുപടി നൽകി, കൂട്ടരെ, മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ ഇബാദല്ലാ എന്ന് വിളിക്കുന്നതിൽ എന്ത് തെളിവാണുള്ളത്? ബദരീങ്ങളെ വിളിക്കാൻ ഇബാദല്ലാ എന്ന വിളിയിൽ എന്ത് തെളിവാണുള്ളത്? കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ വിളിക്കാൻ ഇവിടെ നിർദ്ദേശമില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെ വിളിക്കാൻ ഇവിടെ നിർദ്ദേശമില്ല, മലക്കെ രക്ഷിക്കണേ എന്ന് പറയാൻ ഇവിടെ നിർദ്ദേശമില്ല, ജിന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ നിർദ്ദേശമില്ല, മമ്പറത്തെ തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ നിർദ്ദേശമില്ല. മറിച്ച് ഇബാദല്ലാ എന്നാകുന്നു വിളി. അതുകൊണ്ട് തന്നെ പ്രത്യേക വ്യക്തികളെ വിളിക്കാൻ നിങ്ങളിത് തെളിവാക്കുന്നത് ശരിയല്ല എന്നാണ് സലഫി പണ്ഡിതന്മാർ അതിന് മറുപടി നൽകിയത്. മാത്രമല്ല അവർ പറഞ്ഞു കൊടുത്തു, ഒരു തത്വം പറഞ്ഞു കൊടുത്തു. എന്താണത്? ഇബാദല്ലാ എന്ന വിളിയിൽ ഉലൂഹിയത്ത് അവസാനിച്ചിരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നതോടുകൂടി അള്ളാഹു യജമാനനും വിളിക്കപ്പെട്ടവൻ അടിമയുമായി, അള്ളാഹു യജമാനനും വിളിക്കപ്പെട്ടവൻ അടിമയുമായി തീർന്നു. ഇബാദല്ലാ എന്ന വിളി അള്ളാഹുവിന്റെ അടിമ അബ്ദുള്ള. അതുകൊണ്ടല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല നിലക്കും. സഹോദരങ്ങളെ, പ്രോഗ്രാമിന് ശേഷം ആയിരിക്കും ഇൻഷാ അല്ലാഹ് ജമാഅത്ത് ആയി നമ്മൾ നമസ്കരിക്കുക. പ്രോഗ്രാം തുടരുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഖുറാഫികളായ ആളുകൾ വാദിച്ചു, ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ അത് ഇന്നെന്ന വ്യക്തികളെ വിളിക്കാനുള്ള തെളിവാണ്. പണ്ഡിതന്മാർ നൽകിയ ഒന്നാമത്തെ മറുപടി, ഏതെങ്കിലും ഒരു മുഅയ്യനായ പ്രത്യേകമായ ഒരു വ്യക്തിയെ വിളിക്കാൻ ഇവിടെ നിർദ്ദേശമില്ല. ഇബാദല്ലാ എന്നത് പൊതുവായ വിളിയാണ്. അതുകൊണ്ട് തന്നെ ആ വിളിയിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രത്യേക വ്യക്തികളെയോ നിങ്ങൾ തെളിവാക്കുന്നത് ശരിയല്ല എന്ന് ഖുറാഫുകൾക്ക് മറുപടി നൽകി. അതോടൊപ്പം തന്നെ അവർ ചേർത്ത് പറഞ്ഞ വിഷയമാണെന്ത്? ഇബാദല്ലാ എന്ന് വിളിക്കുന്നതോടുകൂടി തന്നെ അവിടെ ആ വിളിക്കപ്പെടുന്ന വ്യക്തിയുടെ ആരാധ്യത ഇല്ലാതായി. കാരണം അള്ളാഹു യജമാനനും വിളിക്കപ്പെട്ടവൻ അബ്ദും അടിമയുമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും സ്വഹാബികൾ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന സന്ദർഭത്തിൽ റസൂലുള്ള അവരോട് പറഞ്ഞതെന്താണ്? ലാ തത്റൂനി കമാ അതറത്തിൻ നസാറ അൽ മസീഹ് ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ
അത് നസാറാക്കൾ ബഹുമാനിച്ചതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്. ശേഷം റസൂലുള്ള പറഞ്ഞെന്താണ്? അന അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, വ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലുമാണ്. കാരണം അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുമ്പോഴേക്ക് തന്നെ ആ ദറജയെക്കുറിച്ചുള്ളൊരു വീക്ഷണം ഈമാനുള്ള ഇഖ്ലാസുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകും. അള്ളാഹുവിൻ്റെ പ്രവാചകനെ അസ്സയ്യിദ് എന്ന് വിളിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണ്? അസ്സയ്യിദുല്ലാഹ്, സയ്യിദ് അത് അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത്. അന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് അന അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാണ്. കാരണം അബ്ദുല്ലാ എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ഇബാദല്ലാ എന്ന് വിളിക്കുമ്പോൾ അവിടെ വിളിക്കപ്പെട്ട വ്യക്തിയുടെ ആരാധ്യത ഇല്ലാതെയാകുന്നു. അയാൾ പ്രാർത്ഥനക്കർഹനല്ല എന്ന് ബോധ്യപ്പെടുന്നു. കാരണം അള്ളാഹുവിൻ്റെ അടിമകൾ പ്രാർത്ഥനക്കർഹരല്ല എന്നത് വ്യക്തമാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് പ്രാർത്ഥനക്കുത്തരം നൽകുവാൻ, ആരാധന സ്വീകരിക്കുവാൻ അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന തത്വം അബ്ദുല്ലാ എന്ന വാക്കിലുണ്ട്. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ ജിന്നുകളെ താഴ്വാരങ്ങളിൽ ചെന്നുപെട്ടാൽ അവർ ജിന്നുകളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. അവർ ജിന്നുകളെ തന്നെ മുഅയ്യനായി വിളിച്ചു. ഇബാദല്ലാ നല്ല മക്കാ മുശ്രിക്കുകൾ വിളിച്ചത് ജിന്നുകളെയാണ് വിളിച്ചത്. മാത്രമല്ല റസൂലുള്ള ഉപയോഗിക്കാൻ പാടില്ല, ശിർക്കുമായി ഏറ്റുമുട്ടുന്ന പദമായി തീരും എന്ന് പ്രവാചകൻ ഒരു വേള പഠിപ്പിച്ച സയ്യിദ് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത്. അവരെന്താ പറഞ്ഞത്? അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ വാദിയുടെ സയ്യിദിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. റസൂലുള്ള പറഞ്ഞത് എന്താണ്? അസ്സയ്യിദുല്ലാഹ്, അസ്സയ്യിദ് അല്ലാഹു മാത്രമാണ് എന്നാണ്. വേറെ ചില റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് എന്താണ്? അഊദു ബിറബ്ബി ഹാദൽ വാദി, ഈ വാദിയുടെ റബ്ബിനോട് എന്നാണ്. ഓരോ വാദികളിലും താഴ്വാരങ്ങളെയും ഭരിക്കുന്ന, അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, അവിടുത്തുകാരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ജിന്നുകൾ അവർ മറഞ്ഞു നിൽക്കുന്ന ആളുകളായിട്ടുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശദീകരിച്ചു. എന്നാൽ അത്തരത്തിലുള്ള ബഹുദൈവാരാധനയുടെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ ഭാവം വരാത്ത വിളിയാണ് ഇബാദല്ലാ എന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഈ വിളിയെ നിങ്ങൾ തെളിവാക്കാൻ പറ്റുകയില്ല എന്ന് കൃത്യമായി അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പം അവർ പറഞ്ഞു അവരുടെ ഏകദേശം 60% ജീവനും നഷ്ടപ്പെട്ടു. പിന്നെ ഇനി 40% ജീവനാണുള്ളത്. ആ 40% അവർ പറഞ്ഞു, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ എന്ന് ഹദീസിൽ വന്നിട്ടില്ലേ? അപ്പൊ കാണാൻ പറ്റാത്ത അടിമകൾ കൊണ്ട് ഉദ്ദേശം റിജാലുൽ ഗൈബാണ്. കാണാൻ പറ്റാത്ത അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിജാലുൽ ഗൈബാണ്. അഥവാ ഭൂമിയിൽ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, അവരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ അർവാഹുകളൊക്കെ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അവരുടെ അർവാഹുകൾ ഇവിടെ നിലകൊള്ളുന്നു. അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയും. അവർക്ക് ഭൂമിയിൽ പല കാര്യങ്ങളിലും അവർക്ക് കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിജാലുൽ ഗൈബാണ് ഉദ്ദേശം. കാരണം നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് റിജാലുൽ ഗൈബിൽപ്പെട്ട മൊയ്തീൻ ശൈഖിനെ പോലെ, ബദരീങ്ങളെ പോലെ, അതുപോലെ തന്നെ അമ്പിയാക്കളെ പോലെയുള്ള മഹാത്മാക്കളുടെ അർവാഹുകളാണ്. ആ അർവാഹുകളെ വിളിക്കാൻ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഖുബൂരികൾ അവരുടെ 40% ജീവനും കൊണ്ട് വാദിക്കാൻ തുടങ്ങി. അപ്പോഴും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞു, കൂട്ടരെ, നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ അമ്പിയാക്കളാവാൻ തരമില്ല, വലിയകളാകാൻ തരമില്ല. കാരണം അമ്പിയാക്കളും വലിയകളും മനുഷ്യരിൽപ്പെട്ടവരാണ്. മനുഷ്യർക്ക് മറഞ്ഞു നിൽക്കാൻ കഴിയില്ല. മറഞ്ഞു നിൽക്കാനുള്ള കഴിവ് ജിന്നുകൾക്കേ ഉള്ളൂ. മറഞ്ഞു നിൽക്കുവാനുള്ള കഴിവ് മലക്കുകൾക്കേ ഉള്ളൂ. അതല്ലാതെ മനുഷ്യന് മറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അഖീദത്തു ത്വഹാവിയയിൽ വിശദീകരിച്ചു, ശൈഖുൽ
ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിച്ചു, ഇന്നമാ സുമ്മു വൽ ഇൻസ ഇൻസൻ, മനുഷ്യന് ഇൻസ് എന്ന് പേര് കിട്ടിയത് തന്നെ ലിഅന്നഹും യുനസൂൻ, അവരെ കാണാൻ കഴിയുന്നതാണ്. മനുഷ്യന് മറഞ്ഞു നിൽക്കുക സാധ്യമല്ല. ജനങ്ങളുടെ മുമ്പിൽ വന്നാൽ ആ മനുഷ്യനെ കാണാൻ പറ്റും. അതുകൊണ്ട് അമ്പിയാക്കൾ മനുഷ്യരാണ്, ഔലിയാക്കൾ മനുഷ്യരാണ്. അവർ ഒരിക്കലും റിജാലുൽ ഗൈബാവാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ വാദം തെറ്റാണ്. ഇവിടെ കാണാൻ പറ്റാത്ത അടിമകൾ കൊണ്ടുള്ള ഉദ്ദേശം ഒന്നുകിൽ മലക്കുകളോ അല്ലെങ്കിൽ ജിന്നുകളോ ആണ്. മനുഷ്യന്മാരെ അതിൽ പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ടാണ് നാസിറുദ്ദീൻ അൽ അൽബാനി ഇങ്ങനെ പറഞ്ഞത്, ലിഅന്നഹുമാ സരീഹാനി ബിഅന്നൽ മഖ്സൂദ ബി ഇബാദല്ലാഹ് ഫീഹിമാ ഖൽഖുൻ മിൻ ഗൈരിൽ ബശർ. ഇബാദല്ലാഹ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യനല്ലാത്ത സൃഷ്ടികളാണ്. ഇവിടെ ചില ആളുകൾ വാദിച്ച് നടക്കുന്നു. ഇന്നലെ വരെ പറഞ്ഞ വാദത്തെ മാറ്റി പറഞ്ഞുകൊണ്ട് അത് മലക്കാണ്, അത് ജിന്നാണ് എന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് മനുഷ്യനെ മാത്രമേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ എന്ന വിദണ്ഡവാദം ആലിമുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും പലയിടങ്ങളിൽ നിന്നും പറയുകയുണ്ടായി. എന്നാൽ നാസിറുദ്ദീൻ അൽ അൽബാനി പറയുന്നു, ഈ പറയപ്പെട്ടിട്ടുള്ള ഇബാദല്ലാഹ് എന്നത് അത് ഫീഹിമാ ഖൽഖുൻ മിൻ ഗൈരിൽ ബശർ, മനുഷ്യനല്ലാത്ത സൃഷ്ടികളാണ്. മനുഷ്യൻ കാണാൻ പറ്റാത്ത അടിമകൾ എന്ന വിശേഷണത്തിന് അർഹനല്ല. ബിദലീലി ഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വൽ, ഒന്നാമത്തെ ഹദീസ് പറഞ്ഞെന്താണ്, ഫഇന്ന ലില്ലാഹി ഫിൽ അർളി ഹാളിറൻ സയഹ്ബിസുഹു അലൈഹിം. അല്ലാഹുവിന് ഹാളിറായ ചില ആളുകളുണ്ട്. പ്രസന്റ് ആയാലും കാണാൻ പറ്റാത്തത് ആരേ ഉള്ളൂ? പ്രസന്റ് ആണെങ്കിലും കാണാൻ പറ്റാത്ത സൃഷ്ടി ഒന്ന് മലക്ക്, അല്ലെങ്കിൽ മറ്റൊന്ന് ജിന്ന്. പ്രസന്റ് ആയിട്ടും മനുഷ്യനെ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നമുക്ക് കാണാൻ പറ്റാത്ത അടിമകൾ എന്നാണല്ലോ വന്നത്. വഹാദൽ വസ്ഫു ഇന്നമാ യൻതബിഖു അലൽ മലായികതി അവൽ ജിന്നി, ഈ ഒരു വിശേഷണം മലക്കുകൾക്കോ അല്ലെങ്കിൽ ജിന്നുകൾക്കോ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ലിഅന്നഹുമുല്ലദീന ലാ നറാഹും ആദ, കാരണം നമുക്ക് പതിവായി കാണാൻ പറ്റാത്തത് മലക്കുകളോ ജിന്നുകളോ ആണ്. മനുഷ്യൻ അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് ഇത് അമ്പിയാക്കളുടെ അർവാഹല്ല, വലികളുടെ അർവാഹല്ല, മൊയ്‌ദി ശൈഖിനെ വിളിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള റിജാലുൽ ഗൈബ് അല്ല ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നു. കാരണം ഇത് മനുഷ്യനല്ല. അതുകൊണ്ട് ഖുബൂരികളെ, നിങ്ങളുടെ വാദം ശരിയല്ല, നിങ്ങൾക്കിതിൽ തെളിവില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ 70% അവരുടെ ജീവനും പോവുകയാണ് ചെയ്തിട്ടുള്ളത്. 70% അവരുടെ ജീവനും പോയി. പിന്നെ അവർ പറഞ്ഞു എന്താണെന്നറിയുമോ, നിങ്ങളല്ലേ പറയാറുള്ളത് മയ്യത്തിനെ വിളിക്കരുതെന്ന്. എന്നാൽ ഇതാ ഇബാദല്ലാഹി അഈനൂൻ എന്നുള്ളത് മരിച്ചവരെ വിളിക്കാനുള്ള തെളിവാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിന് മറുപടി നൽകി. 2 നാണയത്തിൽ അവർ മറുപടി നൽകിയത്. ഒന്നാമത് അവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പോയത്താണ്. ഹദീസിൽ ഫഇന്ന ലില്ലാഹി ഹാളിർ എന്നുണ്ട്, ഹാളിർ എന്നുണ്ട്. ജീവനില്ലാത്തവന് ഹാളിറാവാൻ കഴിയൂല. ജീവനില്ലാത്തവന് മരിച്ചവന് ഹാളിറാവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ വിശ്വാസത്തിന് എതിരാണ്. അതുകൊണ്ടാണ് എത്രയെത്ര സഹീഹായ ഹദീസുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഷഹീദായ ആളുകൾ ആഗ്രഹിക്കും എന്ത്, ഒന്നുകൂടി ഭൂമിയിലേക്ക് വരാൻ. സാധിക്കുമോ അവർക്ക്? സാധ്യമല്ല. ഖബറിൽ കിടക്കുന്ന മുഅ്മിന് പടച്ച റബ്ബിനോട് പറഞ്ഞു നോക്കും, റബ്ബേ, ഇവിടുത്തെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്കൊന്നുകൂടി ഭൂമിയിലേക്ക് തിരിച്ചുപോയി എൻ്റെ കുടുംബത്തോട് ഈ വിഷയം ഞാനൊന്ന് പറയട്ടെ. അള്ളാഹു പറയും, വേണ്ട, കിടക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടത്തുകയാണ് ചെയ്യുന്നത്. കാരണം മയ്യത്തിന് ഭൂമിയിലേക്ക് ഹാളിറാവുക സാധ്യമല്ല എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹാളിർ എന്ന പദത്തിൽ നിന്ന് അവർ പ്രസന്റാണ് എന്നും അതോടൊപ്പം ജീവനുള്ളവരാണ് എന്നും തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കാൻ ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്ന ഹദീസ് തെളിവ് പിടിക്കുകയോ, ഇതിന്റെ മത്തിന് നിങ്ങൾക്ക് തെളിവല്ല, ഇതിന്റെ മത്തിന് തെളിവായി നിങ്ങൾക്ക് സമർത്ഥിക്കുക സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, വിവരമുള്ള പണ്ഡിതന്മാർ. അതോടുകൂടി അവരുടെ 80% ജീവനും പോയി. പിന്നുള്ളത് 20%. അവിടെയാണ് അവരെന്ത് പറഞ്ഞത്, ഇതിൽ ഗായിബിനെ വിളിക്കാനുള്ള തെളിവുണ്ട്, ഗായിബിനെ വിളിക്കാനുള്ള തെളിവുണ്ട്. അതേ പദം വെച്ച് അവരതിനെ ഖണ്ഡിച്ചു. എന്താണ്? ഹാളിർ എന്ന് വന്നതോടുകൂടി
ഹാലിർ എന്ന് വന്നതോടുകൂടി അത് ഗായിബല്ല, പ്രസന്റ് ആണ്. അപ്പോൾ അവർ വാദിച്ചു, ഇല്ലല്ലോ, പ്രസന്റ് ആണെങ്കിൽ കാണൂലേ? അതിന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു, കൂട്ടരെ, കണ്ടിട്ടില്ലെങ്കിലും ചില സന്ദർഭങ്ങളെ ഹാലിർ എന്ന് പറയാം. ഹഫളത്തിന്റെ മലക്കുകൾ നമുക്കിടയിൽ ഹാലിറാവാറുണ്ട്, പക്ഷേ നിങ്ങൾ കാണാറില്ലല്ലോ. അതുകൊണ്ട് ഹഫളത്തിന്റെ മലക്കുകൾ ഗായിബുകളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് വരും. ഒരാൾ വിചാരിക്കാണ് ഗായിബുകളായ മലക്കുകൾക്ക് നമ്മുടെ അടുത്ത് പ്രസന്റ് ഇല്ലാതെ ഗായിബായ നിലക്ക് മലക്കുകൾക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അതാണ് ശിർക്ക്. ആ ശിർക്കിന്റെ വാദമാണ് ആളുകൾ കൊണ്ടു നടക്കുന്നത്. അവരുടെ വ്യാഖ്യാനം ചെന്നെത്തുന്നത് അവസാനം കടുത്ത ശിർക്കിലേക്കാണ്. ജിന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണ്? ഫലമ്മാ ഹളറൂഹു, അവർ അവിടെ ഹാജരായപ്പോൾ എന്നാണ്. ഹാളിറുള്ള ജിന്നാണ് ഖുർആൻ കേട്ടത്. എന്നാൽ ചില ആളുകൾ പറയുന്നു കാണാത്തത് ഗായിബാണ്. ഗായിബായ ജിന്നിന് ഖുർആൻ കേൾക്കാൻ സാധിക്കുമെന്ന വിശ്വാസം തൗഹീദോ ശിർക്കോ? നിങ്ങൾ പറയൂ. നിങ്ങൾ പറയുന്ന നിർവചന പ്രകാരം, നിങ്ങളുടെ ആധുനിക അത്യാധുനികമായ വ്യാഖ്യാന പ്രകാരം ഗായിബായ ജിന്നിന് കേൾക്കാൻ കഴിയുമോ? ഗായിബായ മലക്കിന് കേൾക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ചില അവസരങ്ങളിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ഹാളിറാണെന്ന് പറയണം. പണ്ഡിതന്മാർ വ്യക്തമാക്കി. സുലൈമാൻ ഇബ്നു സഹ്മാൻ രേഖപ്പെടുത്തി, ജിന്നുകൾ പലപ്പോഴും ഹാളിറാകുന്നു, പക്ഷേ നമുക്ക് കാണാൻ പറ്റാറില്ല. അതുകൊണ്ട് ഗായിബാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. നമുക്കിടയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഗായിബുകളല്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവർ ഹാളിറുകൾ തന്നെ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് കാണുന്നില്ല, അതുകൊണ്ട് ഇത് റിജാലുൽ ഗൈബാണ്, അർവാഹുകളാണ് എന്ന വാദത്തിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ 90% ജീവനും നഷ്ടപ്പെട്ടു. പിന്നെ അവശേഷിക്കുന്ന 10% കൊണ്ട് ഒന്നും കൂടി പറയാൻ ശ്രമിച്ചു അവർ. എന്താണത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമല്ലേ നിങ്ങൾ പറയാറുള്ളത്? എന്നാൽ ഇവിടെ ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമെന്ന് നിങ്ങൾ പറയുന്നു, ഇസ്തിആന അള്ളാഹുവിനോട് മാത്രമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഇവിടെ ഇസ്തിആന നടത്തുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്, പടച്ചറബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മൃഗത്തെ പിടിച്ചു വെക്കാൻ പറയുന്നില്ലേ എന്ന അവസാനത്തെ പിടിവള്ളി അവർ പറഞ്ഞു നോക്കി. പക്ഷേ സലഫി സാലിഹ്യങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിടുമോ? അവർ വിട്ടില്ല. അവരതിനും മറുപടി പറഞ്ഞു, പ്രാമാണികമായി മറുപടി പറഞ്ഞു. കൂട്ടരെ, ഇവിടെ പ്രാർത്ഥന എവിടെ? ഒരു മൃഗത്തെ പിടിച്ച് കെട്ടു എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണോ? അവർ പറഞ്ഞു, അല്ല അല്ല, ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് ചോദിക്കുന്നത് പോലെ, ഭക്ഷണം തരൂ എന്ന് ചോദിക്കുന്നത് പോലെ, എൻ്റെ വസ്ത്രമലക്കി തരൂ എന്ന് ചോദിക്കുന്നത് പോലെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഒരു സൃഷ്ടി കഴിവ് നൽകപ്പെട്ട മറ്റൊരു സൃഷ്ടിയോട് ചോദിക്കുമ്പോൾ അവിടെ വല്ല ആരാധനാഭാവവും ഉണ്ടോ? അവർ ചോദിച്ചതാണ്. അവിടെ വല്ല പ്രാർത്ഥനാഭാവവും ഉണ്ടോ? ഉണ്ടാവുകയില്ലല്ലോ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനാഭാവം വരുന്നില്ല. കഴിവ് നൽകപ്പെട്ട ഒരു സൃഷ്ടിയോട് മറ്റൊരു സൃഷ്ടി വല്ലതും ആവശ്യപ്പെടുമ്പോൾ അവിടെ ആരാധനാഭാവം വരുന്നില്ല. അതുകൊണ്ട് ഇത് പ്രാർത്ഥനക്ക് തെളിവല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകണേ, പാപങ്ങൾ പൊറുക്കണേ, എനിക്ക് കുട്ടിയെ തരണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് സ്വർഗം നൽകണേ, എനിക്ക് നരകം നൽകണേ, എൻ്റെ വിഷമങ്ങൾ നീക്കണേ, അങ്ങനെ തുടങ്ങി സൃഷ്ടാവായ റബ്ബിനോട് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ഇത് പ്രാർത്ഥനയല്ല. ഒരു സൃഷ്ടി തൻ്റെ മുമ്പിലുള്ള ജീവനുള്ള ഹാളിറായ ഖാദിറായ ഒരു സൃഷ്ടിയോട് ചോദിക്കുന്ന കേവലമായ ഒരു ചോദ്യം മാത്രമേ ഇതിലുള്ളൂ. ഇത് പ്രാർത്ഥനക്ക് തെളിവാക്കരുത് ഖുബൂരികളെ, ഖുറാഫികളെ എന്ന് മറുപടി പറഞ്ഞെടുത്തു. അങ്ങനെ 100% ജീവനും അവരത് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്, നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മറുപടി ഹദീസ് ദുർബലമാണ്, പകുതി ജീവൻ അതോടുകൂടി തെളിവിന് കൊണ്ടുവന്ന സാധനം തന്നെ സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പകുതി ജീവൻ പോയി. അതുപോലെ തന്നെ ബാക്കി 5 പോയിന്റിന് സ്വഹീഹാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് അതിൻ്റെ മത്തിനു കൂടി മറുപടി കൊടുത്തു. എന്തിനാണെന്നറിയോ? ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ച എമ്പാടും ഇമാമിങ്ങളുണ്ട്. അവരൊക്കെ ഖുബൂരികളുടെ പണിയാണോ എടുത്തത്? അവരൊക്കെ വിഷ്ണുവിനെ ആരാധിക്കുന്ന പണിയാണോ എടുത്തത്? അവരൊക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പണിയാണോ എടുത്തത്? അങ്ങനെ പറയാൻ മടി പോലുമില്ലാത്ത ഒരു മാനസിക നിലവാരത്തിലേക്ക് വലിയ വലിയ ഡയറക്ടർമാർ എത്തിപ്പോയി എന്നതാണ് മുജാഹിദുകളുടെ വിഷമം, മുജാഹിദുകളുടെ സങ്കടം. ഇതുപോലെയുള്ള മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ ചെയ്തത് വിഷ്ണുവിനെ
ആരാധിക്കുന്ന പണിയാണ്, അല്ലെങ്കിൽ തത്തുല്യമായതാണ്. ഇനി വിഷ്ണുവിനെ ആരാധിക്കുന്ന, കൃഷ്ണനെ ആരാധിക്കുന്ന, വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകളോട് നിങ്ങളെന്ത് മറുപടി പറയും എന്ന് വലിയ ചോദ്യമാണെന്ന് അവർക്ക് തോന്നുന്നുവെങ്കിലും അഖീദ അറിയുന്ന, ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്ന ആളുകൾക്ക് പോലും ആ ചോദ്യത്തിലെ വിഡ്ഢിത്തവും വൈരുദ്ധ്യവും മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത ഖുബൂരിപ്പണിയാണ്, ഖുറാഫിപ്പണിയാണ് ചെയ്തത് എന്ന് സ്ഥാപിക്കുവാനുള്ള തൽപര കക്ഷികളുടെ ശ്രമത്തെ 100% ഇല്ലാതെയാക്കുന്ന പണിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സലഫുസ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചില ആളുകൾക്ക് ബേജാറ്, ഹദീസ് ലഈഫാണ്, പിന്നെ അതിനെക്കുറിച്ച് പഠിക്കണോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണോ എന്നവർ ചോദിക്കുന്നു. വാറോലയായ ഹദീസ് നമ്മൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. വാറോല എന്ന് പറയരുത് എന്ന് മാറ്റമുണ്ടായി, വമ്പിച്ച മാറ്റമുണ്ടായി. പിന്നീടുണ്ടായ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറയുന്നു അത് ദുർബലമായ ഹദീസാണ്. അതെ, അങ്ങനെ പറയണമെന്ന മര്യാദ തന്നെയാണ് നമ്മളും പഠിപ്പിച്ചിട്ടുള്ളത്. അത് വാറോലയാണെന്ന് പറയാതെ, അങ്ങനെ പണ്ഡിതന്മാർ പറയാത്ത കാലത്തോളം ലഈഫാണ്, ദുർബലമായ ഹദീസാണ് എന്ന് പറയുക മാറ്റമുണ്ടായി. ആ മാറ്റം, ആ ഓർമ്മപ്പെടുത്തൽ, അതാണ് ഞാൻ പറഞ്ഞത്, മറുപടിയല്ല. ഫദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തൽ മുഅ്മിനുകൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അതാണ് ദുർബലമാണ് എന്ന് പറഞ്ഞത്. ആളുകൾ ചോദിക്കുന്നില്ലേ, ദുർബലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കണോ?